എക്സാം കാലമെല്ലാം അടുത്തു വരുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എക്സാം ആങ്സൈറ്റിയെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ സത്യത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്നും അതുപോലെ അതിന് ഇഫക്റ്റീവായി കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യുവാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കെന്ന പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായി എക്സാം ആങ്സൈറ്റിയുടെ ഭാഗമായി എന്തെല്ലാമാണ് സത്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ എക്സാം ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും എക്സാം ആങ്സൈറ്റി ഉള്ള കുട്ടികൾ പറയാറുണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയെന്നും അതുപോലെ തന്നെ എക്സാമിന് മുൻപ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങ് നീങ്ങുന്നില്ല, പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ എക്സാമിന്റെ സമയത്ത് ബ്ലാങ്ക് ആയി പോകുന്നു, ആകെ വെപ്രാളം വരുന്നു, ഫോക്കസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും കുട്ടികൾ പറയാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമാണ്. ഇതുമൂലം നമ്മുടെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും നമ്മൾ എമർജൻസി മോഡിലോട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്രീതിങ് ഫാസ്റ്റ് ആവുന്നു, നമ്മൾ വിയർക്കുന്നു, വിറയ്ക്കുന്നു എന്നിങ്ങനെയുള്ള പല ശാരീരിക മാറ്റങ്ങളും നമ്മളിൽ സംഭവിക്കുന്നു. ഒപ്പം തന്നെ നടക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് പ്രോസസ്സുകളും ഈ ഒരു സമയത്ത് ഷട്ട് ഡൗൺ ആകുന്നു. ഇതുമൂലം നമ്മുടെ തിങ്കിങ്, ഫോക്കസ്, കോൺസെൻട്രേഷൻ, മെമ്മറി എന്നിങ്ങനെയുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സുകളും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാൻ ഇടയാകുന്നു. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും പരീക്ഷാ സമയത്തും നമ്മൾ കാമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എങ്ങനെ എക്സാം ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതാണ് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ശാന്തരായിരുന്നാൽ, കാമായിരുന്നാൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും നമ്മൾ വീണ്ടും നോർമൽ മോഡിലോട്ട് വരുവാനും അങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സസ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുവാനും അത് കാരണമാകും. അതിനായി നമ്മൾ നമ്മളെ തന്നെ കാമാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതിനായി സഹായിക്കുന്നതാണ് പലതരത്തിലുള്ള ബ്രീതിങ് ടെക്നിക്സ്. ഇതിലൊന്നാണ് ബെല്ലി ബ്രീതിങ്. നമുക്ക് ആങ്സൈറ്റി തോന്നുമ്പോൾ 5-6 തവണ ബെല്ലി ബ്രീതിങ് ചെയ്യുന്നത് വളരെയധികം സഹായകരമാണ്. ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് ആദ്യം പറയാം. ആദ്യമായി ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറിനെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുശേഷം ശ്വാസം 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ച ശേഷം പുറത്തേക്ക് വായിലൂടെ എക്സെയിൽ ചെയ്യാം. ഒപ്പം തന്നെ വയറ് അകത്തേക്ക് പരമാവധി കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ബെല്ലി ബ്രീതിങ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ് ഇറ്റ് എന്നെല്ലാം പറഞ്ഞാൽ അത് കൂടുതൽ നമുക്കൊരു റിലീഫ് പകരുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബെല്ലി ബ്രീതിങ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനോഭാവമാണ്. അത് യാന്ത്രികമായി ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഓരോ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും ഈ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിനെയും ശരീരത്തെയും നെർച്ചർ ചെയ്യുവാണ്, പരിപോഷിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഞാൻ എല്ലാ നെഗറ്റിവിറ്റീസിനെയും ആങ്സൈറ്റീസിനെയും പുറത്തേക്ക് കളയുകയാണ് എന്ന മനോഭാവത്തോടെ ചെയ്താൽ അത് നമുക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ അല്പം സമയം ഇതിനായി വേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അവസാനത്തെ 10 മിനിറ്റെങ്കിലും മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള സമയത്തെ ചോദ്യങ്ങളുടെ എണ്ണം അനുസരിച്ചും മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഓരോ ചോദ്യത്തിനും എത്ര സമയം കൊടുക്കാം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസൃതമായി പരിശീലിച്ചാൽ അതും നമ്മുടെ ആങ്സൈറ്റിയെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതാണ്. മിക്കവാറും തന്നെയും നമ്മുടെ ആങ്സൈറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധമുള്ളത് വളരെ പ്രധാനമാണ്. പരീക്ഷാ ഹാളിൽ കയറിയ ഉടനെ അയ്യോ ഞാൻ പഠിച്ചതെല്ലാം ഓർക്കുമോ, ഞാൻ ഉദ്ദേശിച്ച പോലെ മാർക്ക് കിട്ടുമോ എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എമർജൻസി മോഡിലോട്ട് പോവുകയും അത് നമ്മളെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം എന്ത് ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധയുള്ളവരായിരിക്കുന്നത് നല്ലതാണ്. നെഗറ്റീവായി ആണ് ഞാൻ ചിന്തിക്കുന്നതെന്ന്
മനസ്സിലാകുമ്പോൾ തന്നെ ആ ഒരു ചിന്തയെ മാറ്റുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇല്ല, ഇത്തരത്തിലുള്ള ചിന്തകളല്ല ഞാനിപ്പോൾ ചിന്തിക്കേണ്ടത്, ഐ ജസ്റ്റ് നീഡ് ടു ബി കാം എന്ന് സ്വയം പറയുവാനും സ്വയം കൂൾ ഡൗൺ ആവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം എക്സാം തുടങ്ങുന്നതിന് മുൻപ് 5-6 തവണ ബെല്ലി ബ്രീതിങ് ചെയ്യുന്നത് എക്സാം ശാന്തമായി തുടങ്ങുവാൻ സഹായിക്കുന്നതാണ്. കാരണം നമ്മൾ ശാന്തരായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കാമായിരുന്നാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നാലെ വരുമെന്നതാണ് സത്യം. അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് അല്പം കൂടി ഇഫക്റ്റീവായി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. ജലാശയത്തിലെ അലകൾ ശാന്തമായിരിക്കുമ്പോൾ അടിത്തട്ട് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശാന്തമായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തെടുക്കുവാനും നല്ല രീതിയിൽ ചിന്തിച്ച് ഉത്തരം എഴുതുവാനും ഫോക്കസ് ചെയ്യുവാനും എല്ലാം നമുക്ക് സാധിക്കും.